പലരും പലതും പറയുന്നുണ്ട്. സിനി എന്തായാലും രണ്ടും കൽപ്പിച്ച് നെടുങ്കണ്ടം പോലീസിൽ അമ്മയും സഹോദരനെയും കാണാനില്ല എന്നും പറഞ്ഞ് ഒരു പരാതി കൊടുത്തു. പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. നെടുങ്കണ്ടത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ആ കേസിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക്. സിനിയുടെ കുടുംബ വീട് നെടുങ്കണ്ടം പച്ചടി തോട്ടുവാ കടയിലാണ്. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് അമ്മ മേരിക്കുട്ടിയും 2 സഹോദരങ്ങളുമാണ്. സിനിയെ കൂടാതെ സിനിക്ക് ഒരു മൂത്ത സഹോദരൻ റെജിയുണ്ട്, പിന്നെ അമ്മ മേരിക്കുട്ടി, പിന്നെ ഇളയ സഹോദരൻ സജി. സജിയെയും സിനിയെയും കൂടാതെ ഇവർക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ഇളയ സഹോദരിയും കൂടിയുണ്ട്. അവർ ഒരു ഷെൽട്ടർ ഹോമിലാണ് കഴിയുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ കാണാതായി. അയാളെ കാണാതായി 8 വർഷങ്ങളായിട്ടും ഒരു വിവരവും ഇതേവരെ ലഭിച്ചിട്ടില്ല. മാത്യുവിൻ്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണം പോലീസ് അന്വേഷിച്ച് മടുത്ത മട്ടാണ്. അപ്പോഴാണ് ആ കുടുംബത്തിൽ നിന്നും 2 പേരെയും കൂടി ഇപ്പോൾ കാണാതാവുന്നത്. 1 മേരിക്കുട്ടി, 2 അവരുടെ മൂത്ത മകൻ റെജി. സജിക്കും റെജിക്കും മേരിക്കുട്ടി ധാരാളം കല്യാണാലോചനകളൊക്കെ നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയായില്ല. റെജി ആണെങ്കിൽ വയസ്സ് 54 ആയതുകൊണ്ട് തന്നെ ഇനി തനിക്ക് പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറിയ മട്ടാണ്. പക്ഷെ സജി അങ്ങനെയല്ല. അയാൾക്ക് പെണ്ണൊക്കെ കെട്ടി കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ പോകവെയാണ് ഈ 2 പേരെയും ഇപ്പോൾ കാണാതാവുന്നത്. എന്തായാലും സിനിയുടെ പരാതി പ്രകാരം പോലീസ് ഇവരുടെ വീട്ടിലോട്ട് എത്തുമ്പോഴാണ് വീടിന് സമീപത്തെ റോഡിൽ എവിടേക്കോ പോകാനായിട്ട് ബാഗുമൊക്കെ കയ്യിൽ പിടിച്ച് തയ്യാറായി സജി നിൽക്കുന്നത് കാണുന്നത്. പോലീസിനെ കണ്ടതും സജി ഒരൊറ്റ ഓട്ടമാണ്. ഇയാൾ എന്തിനു ഓടിയെന്ന് പോലീസിനും സജിയുടെ ഈ ഓട്ടം പല സംശയങ്ങളും തോന്നിച്ചെങ്കിലും സജിയുടെ പിറകെ ആരും പോയില്ല. പകരം പോലീസ് ചെയ്തത് സജിയുടെ വീട്ടുവളപ്പിലൊക്കെ വന്ന് ആ ചുറ്റുപാടൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. നാട്ടുകാർക്കും ഇതിൽ ഒരുപാട് ഉത്കണ്ഠ ഉള്ളത് കൊണ്ട് തന്നെ അവരും പോലീസിനൊപ്പം അവിടെ ഒക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് തുടങ്ങി. ഈ വീടിനോട് ചേർന്ന് ഒരു പട്ടിക്കൂടിന് സമീപത്ത് കുറച്ച് മണ്ണൊക്കെ ഇളകി കിടക്കുകയാണ്. അങ്ങനെ അവിടെ പരിശോധിച്ചപ്പോഴാണ് ഒരു പുരുഷൻ്റെ കാലിൻ്റെ ഭാഗം മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണുന്നത്. സകലര് ഞെട്ടിയെന്ന് തന്നെ പറയാം. ഉടനെ തന്നെ പോലീസ് ഫോറൻസിക് സംഘത്തിനെ വിളിച്ചു വരുത്തി. അവരുടെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റി പരിശോധന തുടങ്ങി. അപ്പോഴാണ് അവരെല്ലാവരും, അതായത് പോലീസും നാട്ടുകാരും ആ കാഴ്ച കാണുന്നത്. 17 ദിവസം പഴക്കമുള്ള 2 ബോഡികൾ പോലീസ് പുറത്തെടുക്കുകയാണ്. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയുമാണ്. അത് മറ്റാരുമല്ല, മേരിക്കുട്ടിയുടെയും റെജിയുടെയും ബോഡികളായിരുന്നു. അത് ഒരുപാട് പെട്ടെന്ന് തന്നെ ജീർണിക്കുന്നതിനും ദുർഗന്ധം ഒരുപാട് പുറത്തോട്ട് വരാതിരിക്കാനുമായിട്ട് ആ കുഴിയിൽ കണ്ടമാനം കുമ്മായമൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ നേരത്തെ ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചിരുന്നു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് 2-ാം ദിവസം മലയുടെ അടുത്തു നിന്നും സജിയുടെ ബാഗും കണ്ടെത്തിയത്. ഒടുവിൽ പോലീസും നാട്ടുകാരും ചേർന്ന് തന്നെ സജിയെ കൈയോടെ പിടികൂടുകയും ചെയ്തു. സജിയിലേക്ക് തന്നെ എല്ലാവരുടെ സംശയം നീളുകയാണ്. ശരിക്കും ഇനി അറിയേണ്ടത് ഇവരെങ്ങനെ മരണപ്പെട്ടു, ഈ മരണത്തിൽ സജിക്ക് എന്താണ് പങ്കുള്ളത് എന്നാണ്. കുടുംബത്തിൽ ശരിക്കും നടന്നത് ഇതാണ്. ഈ റെജി എന്ന് പറയുന്ന ആള് ഒരു മൈക്ക് ഓപ്പറേറ്ററാണ്. സജി ആണെങ്കിൽ കൂലിപ്പണിക്കാരനും. ഇവര് നല്ല അധ്വാനികളാണ്, പക്ഷേ മദ്യപാനികളുമാണ്. മദ്യപിച്ച് വീടെത്തി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കാണ്. പക്ഷേ നാട്ടുകാരോടൊന്നും ഇവർ ഒരു പ്രശ്നത്തിനും പോവില്ല. ഒന്നാമത് ഇവരുടെ വീടിന് സമീപത്ത് മറ്റ് വീടുകളൊന്നുമില്ല. പിന്നെ തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരാണെങ്കിൽ വാടകക്കാരായിരുന്നു. അവർ ഏതാണ്ട് 3 മാസം മുന്നേ വീടൊഴിഞ്ഞ് പോവുകയും ചെയ്തു. 1.5 ഏക്കർ സ്ഥലത്തിന് നടുക്കായിട്ടാണ് ഇവരുടെ ഈ ചെറിയ വീടുള്ളത്. സിനി ഇടയ്ക്കിടയ്ക്ക് കുടുംബ വീട്ടിൽ പോക്കും വരവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ സഹോദരങ്ങളുടെ മദ്യപാനം കാരണം സിനി ഇവരുമായിട്ട് 1ഉം 2ഉം പറഞ്ഞ് തെറ്റി. ആ ഒരു തെറ്റലെന്ന് പറഞ്ഞാൽ ഒരു വലിയ പിണക്കത്തിലോട്ടാണ് പിന്നെ പോയത്. പിന്നെ സിനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി. എവിടെയെങ്കിലും ഒക്കെ വച്ച് അമ്മയും സഹോദരങ്ങളെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ അമ്മയോട് മാത്രമേ സിനി എന്തെങ്കിലും സംസാരിക്കാറുള്ളൂ. അങ്ങനെ സജിയും റെജിയും കുത്തഴിഞ്ഞൊരു ജീവിതവുമായിട്ട് ഇങ്ങനെ പോകുകയാണ്. ഇവരുടെ വീട്ടിൽ ഉണ്ടാകാറുള്ള സജിയും റെജിയുമായിട്ടുള്ള പ്രധാന വഴക്കിന് കാരണമെന്ന് പറയുന്നത് ഈ അമ്മ മേരിക്കുട്ടിയാണ്. മേരിക്കുട്ടിക്കും മാത്യുവിനും 4 മക്കളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ സജിയുടെ അച്ഛൻ മാത്യു അല്ലെന്നും മറ്റേതോ ഒരാളിൽ മേരിക്കുട്ടി പ്രസവിച്ച മകനാണ് സജി എന്നുമാണ് മൂത്ത മകനായ റെജി വിശ്വസിച്ചിരുന്നത്.
അത് അയാൾ പണ്ട് മുതലേ ഈ സജിയുടെ മുഖത്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പിടിച്ച് പറയാറുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് 2026-28 രാത്രി സമയമാണ്. അതായത് ഈ സജി ജോലിയൊക്കെ കഴിഞ്ഞ് അടിച്ച് ഫിറ്റായി വീടെത്തുകയാണ്. വീടെത്തിയപ്പോൾ ഈ റെജി വീട്ടിൽ തന്നെ ഉണ്ട്. ഇവർ രണ്ടുപേരും സ്വാഭാവികമായിട്ടും ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റാൻ തുടങ്ങി. മനസ്സിൽ വർഷങ്ങളായി നുരഞ്ഞു പൊങ്ങുന്ന പക സജിയുടെ മനസ്സിലും തലയിലും ഒക്കെ പിന്നീട് അങ്ങോട്ട് ഇരുട്ട് നിറയ്ക്കുകയാണ്. അതായത് റെജി സജിയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ അച്ഛനെ പറ്റിയൊക്കെ പറയുകയാണ്. സജി പിന്നെ ചെയ്തത് ചേട്ടനായ റെജിയെ ക്രൂരമായിട്ടങ്ങ് തല്ലി ചതച്ചു. ശരിക്ക് പറഞ്ഞാൽ സജിക്ക് തക്കം കിട്ടിയ റെജിയെ തട്ടണമെന്നാണ് പ്ലാൻ ആയിരുന്നത്. ആ പ്ലാൻ അന്ന് അയാൾ നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു. റെജിയെ മർദ്ദിക്കുന്നത് കണ്ട് അമ്മ മേരിക്കുട്ടി പിടിച്ചു മാറ്റാനൊക്കെ ചെന്നു. വയസ്സായ അവരെ എടുത്ത് ഒരൊറ്റ എറിയായിരുന്നു ദൂരോട്ട്. ഭിത്തിയിൽ ചെന്ന് തലയടിച്ച് മേരിക്കുട്ടി തൽക്ഷണം മരിക്കുകയും ചെയ്തു. സജി ചെയ്തത് എന്താന്നാൽ മർദ്ദിച്ച് അവശനാക്കി ഈ റെജി ഇട്ടിരിക്കുകയില്ലേ, അയാളെ ഒരു തോർത്തുകൊണ്ട് അയാളുടെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ നേരം പാതിരാത്രിയായി. അമ്മയും സഹോദരനെയും നിർദ്ദയം കൊന്ന ശേഷം യാതൊരു കുലുക്കവുമില്ലാതെ ഇവൻ ആ 2 ബോഡികളും വലിച്ചിഴച്ച് കട്ടിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോവുകയാണ് കിടപ്പുമുറിയിൽ. എന്നിട്ട് രാത്രി ഭക്ഷണവും കഴിച്ച് ആ മൃതശരീരങ്ങൾ ഏത് കട്ടിലിനടിയിലാണോ കിടക്കുന്നത് ആ കട്ടിലിൽ തന്നെ അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസമായി നേരം വെളുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെയായിരുന്നു സജിയുടെ പെരുമാറ്റവും ഭാവവും ഒക്കെ. അയാൾ റോഡിലെത്തി ചായക്കടയിൽ നിന്നും ചായ കുടിച്ചു. അവിടെ ഇരുന്നവരോടൊക്കെ അത്യാവശ്യം കുശലമൊക്കെ പറഞ്ഞു വീട്ടിലും എത്തി. അത്യാവശ്യം വേണ്ട ഭക്ഷണമൊക്കെ പിന്നെ അയാൾ ആ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണ്. അയാൾ ആ വീട്ടിൽ തന്നെ ഇരുന്നു. പകലും അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നേരെ ഇരുട്ടി തുടങ്ങിയതും ഇയാൾ ഈ 2 ബോഡിയും വലിച്ചിഴച്ച് വീടിൻ്റെ അടുക്കള വശത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവന്ന് ആ മുറ്റത്തിട്ടു. എന്നിട്ട് അവിടെ ഒരു പട്ടിക്കൂടുണ്ട്. ഈ പട്ടിക്കൂടിനടുത്ത് തന്നെ ഇവൻ വലിയൊരു കുഴിയെടുത്ത് ഈ 2 ബോഡികളും ആ കുഴിയിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുമ്മായൊക്കെ വിതറി അത് ഭദ്രമാക്കി മൂടി. എന്നിട്ട് പിന്നീട് ഒരു സംശയം ആർക്കും ഇട കൊടുക്കാതെ അയാൾ ശരിക്കും അഭിനയിക്കുകയായിരുന്നു. അതും 17 ദിവസം ആ വീട്ടിൽ താമസിച്ചുകൊണ്ട്. ഇതിനിടയിൽ ആൾക്കാരൊക്കെ ചോദിക്കുന്നുമുണ്ട് മേരിക്കുട്ടിയെയും റെജിയെയും പറ്റിയൊക്കെ. അപ്പോൾ സജി ആദ്യ ദിവസങ്ങളിലൊക്കെ ചോദിക്കുന്നവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തിരുവല്ലയിലെ ഒരു ബന്ധു മരിച്ചുപോയി. ആ മരണ വീട്ടിൽ കുറച്ച് ദിവസം മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷമേ. ഇത് മാത്രവുമല്ല, ബന്ധുക്കളിൽ ചിലരോടും കൂട്ടുകാരോടും അടുത്ത കൂട്ടുകാരോടും ഒക്കെ സജി പറഞ്ഞിരുന്നത് 30-ാം തീയതി തൻ്റെ കല്യാണമാണ്, എല്ലാവരും നെടുങ്കണ്ടത്ത് വരണമെന്നാണ്. ഇയാൾ എല്ലാവരെയും ക്ഷണിച്ചിരുന്നതായിട്ട് അവരൊക്കെ പോലീസിനോട് പറഞ്ഞു. അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അത് അന്വേഷിച്ചപ്പോൾ പ്രകൃതമാണെന്നും റെജി എല്ലാവരോടും നല്ല അടുപ്പമുള്ളവനാണെന്നുമാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. സജിയുടെ പരിചയക്കാരൊക്കെ പറഞ്ഞത് ഈ കല്യാണമൊന്നും നടക്കാത്തതിൽ സജി വളരെ അസ്വസ്ഥനായിരുന്നു. അപ്പം അതുകൊണ്ടുള്ള മാനസിക വിഭ്രാന്തിയിൽ കല്യാണം നടക്കുന്നതായിട്ടൊക്കെ തങ്ങളെ ക്ഷണിച്ചതായിരിക്കും എന്നാണ് ആ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ഇതിൽ പോലീസിൻ്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്: 2018 കാണാതായ മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിൻ്റെ മിസ്സിങ്ങിൽ സജിക്ക് പങ്കുണ്ടെന്നാണ്. റെജിയുടെയും സിനിയുടെയും അച്ഛനായ മാത്യു തൻ്റെ അച്ഛനല്ല എന്ന ചിന്ത സജിക്ക് ഒരു പക്ഷെ മാത്യുവിനോടും വൈരാഗ്യമുണ്ടാക്കിയിരുന്നിരിക്കാം. ആ തന്നെ അയാളെ വകവരുത്തി ഇതുപോലെ എവിടെയെങ്കിലും കൊന്നു കുഴിച്ചു മൂടിയിരിക്കാം എന്നാണ് പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒരു നിഗമനം. സജിക്ക് ആ 1.5 ഏക്കർ പറമ്പും വീടും ഒക്കെ കൈക്കലാക്കി ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെന്നാണ് അയാൾ പോലീസിന് കൊടുത്ത മൊഴി. എന്തായാലും